ഹലോ ഗൈസ്, ഞാൻ വിഷ്ണു. ഇന്ന് മോർണിംഗ് ഡ്യൂട്ടിയാണ്, 7:03 ഡ്യൂട്ടിയാണ്. രാവിലെ എണ്ണീറ്റ് പോകാൻ ഇച്ചിരി പാടാണ്. എന്നാലും മോർണിംഗ് ഡ്യൂട്ടിയാണ് നൈസ്. ഞാനപ്പോൾ എഴുന്നേറ്റ് റെഡിയായിട്ട് രാവിലെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ തുടങ്ങുമായിരുന്നു. നേരെ നടന്ന് ഹോസ്പിറ്റലിൽ ചെന്നു. രാവിലെ ഒരു 2 മണിക്കൂറേ ഉള്ളൂ പൊരിഞ്ഞ തിരക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഞാൻ കഴിക്കാൻ വന്നു. 2 ദോശ കഴിച്ചു. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരുന്നു. ഉച്ചയ്ക്ക് വന്ന് ചോറ് കഴിച്ചു. അത് കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി. രാവിലെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലായിരുന്നു. റൂമിലോട്ട് ഇങ്ങനെ നടന്നു പോയി. ചെന്നൊന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ നടന്ന് റൂമിലെത്തി. പൊരിഞ്ഞ വെയിലായിരുന്നു. ആ വെയിലൊക്കെ കൊണ്ട് ഞാൻ ക്ഷീണിച്ചു. പിന്നെ റൂമിൽ വന്നപ്പം അരവിന്ദനും ചന്തു ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ 2 മൂലയ്ക്കിരിക്കുന്ന 2 ഫിഷ് ഫുഡൊക്കെ എടുത്ത് കൊടുത്താനൊക്കെ ഒന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം പാട്ട് കേൾക്കാമെന്ന് പറഞ്ഞു എടുത്തു. ഇതെൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ പൈസയാണ്. അതങ്ങനെ ഇരുന്ന് പിന്നെ ഞാൻ 4 മണിയായപ്പോഴത്തേക്കിന് ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് പുറത്തോട്ടിറങ്ങി. ചായ കുടിച്ച്. ചായ തന്നെ അങ്ങനെ കുടിക്കുന്നതെന്ന് ഓർത്ത് ചായ ഒരു പപ്സും പറഞ്ഞു. അങ്ങനെ അതും കുടിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് ഫ്രണ്ട് വിളിക്കുന്നത്. പുള്ളി അടുത്തുള്ള ഒരു ഫ്ലവർ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 3 തൈ, അതായത് ഒരു കുറ്റിക്കുരുമുളകും പിന്നെ ഏതോ ഒരു പേരറിയാത്ത ഒരു ചെടിയും പിന്നെ ഒരു മുല്ലയും മേടിച്ച് വെച്ചിരുന്നത്. ഇവിടെ ഞങ്ങളുടെ നാടിനെ അപേക്ഷിച്ച് നല്ല വിലക്കുറവാണ്. 2 വർഷം മുന്നേ ഒരു കുറ്റിക്കുരുമുളക് 15 മൂട് വീട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനല്ല, വീട്ടുകാർ മേടിച്ചത്. അതിലൊരു തൈക്ക് 100 രൂപയായിരുന്നു. അത് വെച്ച് നോക്കുമ്പം ഇവിടെ ഇപ്പോഴും 50 രൂപയേ ഉള്ളൂ ഒരു തൈക്ക്. അങ്ങനെ ഞാനതും പൊക്കി നേരെ റൂമിൽ വന്നു നോക്കിയപ്പോൾ ഇവർ മുടിഞ്ഞാറ്റി. മുമ്പേ കണ്ട ആൾക്കാരെയല്ല. എനിക്ക് തോന്നുന്നവർക്ക് വല്ല നേരഭേദം വല്ലതും ഉണ്ടായിരിക്കും. ചില സമയത്ത് ഇങ്ങനെ അനങ്ങാതിരിക്കും, ചില സമയത്ത് ഭയങ്കര ആക്റ്റീവ്. അങ്ങനെ കിടന്ന് ഞാൻ കുറച്ച് നേരം ഉറങ്ങിയപ്പോഴത്തേക്കിന് ഫ്രണ്ട് വിളിച്ച് എണ്ണീറ്റ്. അപ്പോൾ ആ തൈ ഞാൻ കൊണ്ട് കൊടുക്കാൻ പോയി. അങ്ങനെ ഒന്ന് പിന്നെ അത് കൊണ്ട് കൊടുത്തു. ആ സമയം തന്നെ കഴിച്ചിട്ട് വരാമായിരുന്നു, പക്ഷെ ഞാൻ കഴിച്ചില്ല. വലിയ വിശപ്പില്ലായിരുന്നു. പിന്നെ തിരിച്ച് വന്നപ്പോൾ ഒരു ഗുഡ് ഡേ മേടിച്ച് റൂമിലോട്ട് പോയി. പൈങ്കിളി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കണ്ടത്. പിന്നെ ഫോണെടുത്ത് പൈങ്കിളിയൊക്കെ കണ്ട് ബിസ്ക്കറ്റും ഒക്കെ തിന്നിങ്ങനെ ഇരുന്ന് കുറേ കഴിഞ്ഞ് ഞാൻ മീൻ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതുങ്ങളൊക്കെ ഒരുമാതിരി ചത്ത പോലെ ഇങ്ങനെ പാതി മയക്കത്തിലിരിക്കുന്നു. ഇവനൊരു പണിയില്ലയോ എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. കുറേ പേരെൻ്റെ കൂട്ട് ഉറങ്ങാതെ വെളിയിരിപ്പുണ്ടെന്ന് മനസ്സിലായി. നോക്കിയപ്പോൾ അവർ വാ വിളിച്ചൊക്കെ കാണിക്കുന്നു. ഇമ്പ്രസ് ചെയ്യാനുള്ള ഒന്നും നടന്നില്ല. അപ്പം വേറൊരാളപ്പുറത്ത് കിടക്കുന്ന ഇമ്പ്രസ് ചെയ്യാൻ പോയി, ഒത്തില്ല. അങ്ങനെ ഞാൻ കുറേ കഴിഞ്ഞ് പോയി കിടന്നുറങ്ങി. അത്രയേ ഉള്ളൂ ഈ വീഡിയോ.